نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് സംസാരിച്ചു വച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി എന്നോണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ ഖുതുബയിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെനിക്ക് പറയുവാനും
നമുക്കത് ഉൾക്കൊള്ളുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നബിദിനം അനുവദനീയമാണ് എന്നതിന് ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു പണ്ഡിതൻ തെളിവ് പറഞ്ഞത് വളരെ സങ്കടകരമായി തോന്നി. നമ്മളെല്ലാവരും പറയുന്നത് മതത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, മതത്തിൽ ഒരു കാര്യം അനുവദിക്കണമെങ്കിൽ അതിന് ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും ഒരു തെളിവ് നമുക്ക് അനിവാര്യമാണ് എന്നതാണ്. ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന പോലെ വാഹനത്തിൽ സഞ്ചരിച്ചവനാണോ? നമ്മൾ ഈ സംസാരിക്കുന്ന മൈക്കയിൽ സംസാരിച്ചവനാണോ? നമ്മൾ ഇന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രം അതുപോലെ ധരിച്ചവനാണോ? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം പ്രവാചകൻ കഴിച്ചതുപോലെയാണോ? ഇങ്ങനെ ഒരു നിലക്കും യോജിക്കാത്ത, മതവുമായി ഖുർആനുമായി സുന്നത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത, വിഡ്ഢിത്തമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കുറേയേറെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? മതപരമായ വിഷയത്തിൽ, അത് വിശ്വാസപരമാവട്ടെ കർമ്മപരമാകട്ടെ, ആ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും എന്തൊന്ന് പഠിപ്പിച്ചുവോ അതാണ് നമുക്ക് തെളിവ് എന്നതാണ്. ഇനി അതിനപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ ഒരു പ്രവാചകനില്ല, ഇനി ഒരു വേദഗ്രന്ഥം നമുക്ക് വരാനില്ല. അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് നമ്മുടെ മുന്നിലുണ്ട് പ്രിയമുള്ളവരെ. ഇന്നേ ദിവസം ഈ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് അള്ളാഹു മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. മഹാനായ പ്രവാചകനെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അർത്ഥം വരുന്ന ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകനിലൂടെ ആ ദീന് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ എന്തൊന്ന് പഠിപ്പിച്ചു അതേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതുമായ ദിവസവുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തൽ ബിദ്അത്താണ്, അത് നിങ്ങൾ ചെയ്തുകൂടാ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അത് ചെയ്യാനുള്ള തെളിവ് പറഞ്ഞത് എന്താ? നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യുന്നില്ലേ, അത് നബി ചെയ്തിട്ടാണോ, അത് നബി പറഞ്ഞിട്ടാണോ, എന്നിട്ട് നമ്മളൊക്കെ ചെയ്യുന്നില്ലേ, എന്നാ പിന്നെ നബിദിനെ നടത്തിയാൽ എന്താണ് തെളിവ് പറഞ്ഞത്? ഒരു അല്പമെങ്കിലും ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കില്ല വിശ്വാസികളെ, ഈ പറയുന്നത് എന്താ പറയാ, പൂർണ്ണമായി ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാത്ത ഒരു വർത്തമാനമാണ് എന്ന് കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഇനിയും നമുക്ക് പ്രാമാണികമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം ദിവസങ്ങളെ നമ്മൾ ആചരിക്കാത്തത്. എന്നാൽ ഹബീബായ റസൂലിനെ സ്നേഹിക്കാതെയോ, ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടാതെയോ, ഹബീബായ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെയോ, ഹബീബായ റസൂലിന്റെ ആ ചര്യകളെ പിൻപറ്റാതെയോ പോയാൽ എന്താണ് സംഭവിക്കുക എന്നത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നമ്മൾ പലപ്പോഴും കേട്ടൊരു ഹദീസാണ്. ഒന്നുകൂടെ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി ആവർത്തിച്ചു പറയാൻ. ആ ഹദീസിന്റെ തുടക്കത്തിലെ വാചകം അത് നമ്മുടെ മനസ്സിലേക്ക് കയറണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ എന്നാണ്. വളരെ വ്യക്തമാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല. അങ്ങനെ പറഞ്ഞത് ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും മറ്റു മനുഷ്യരെക്കാളും അപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും എന്നാണ്. അപ്പൊ നമ്മൾ മുഅ്മിനാകണമെങ്കിൽ, നമ്മൾ വിശ്വാസികളാകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതും കൂടെ അംഗീകരിക്കണം. അപ്പോഴേ മുഅ്മിനാവുകയുള്ളൂ, അപ്പോഴേ നമ്മൾ വിശ്വാസികളാവുകയുള്ളൂ. എത്ര കൃത്യമായിട്ടാണ് ഹദീസ് പറഞ്ഞത്, എത്ര വ്യക്തമായിട്ടാണ് ഹദീസ് പറഞ്ഞത്. വിശ്വാസികളെ, ആ രൂപത്തിലേക്ക് പ്രവാചകനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. ആ വിഷയം തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം പഠിപ്പിച്ചത്. അതേ വിഷയം തന്നെയാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹ് വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ് ഫതറബ്ബസൂ ഹത്താ യഅ്തിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വളരെ കൃത്യമായിട്ട് ആ വിഷയം പറഞ്ഞു. എണ്ണി അല്ലാഹ് പറഞ്ഞു. മനസ്സിലായില്ലേ? നബിയെ പറയണം. എന്താ പറയേണ്ടത്? നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ പുത്രന്മാരെക്കാളും അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളും അതുപോലെ നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും അതുപോലെ മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ, അല്ലാഹുവിനേക്കാളും അവന്റെ ഹബീബിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനേക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ, എന്തൊക്കെയാ പ്രിയപ്പെട്ടത്? അത് ഉപ്പയാകാം, മക്കളാകാം, ഇണയാകാം, അതുപോലെ കുടുംബങ്ങളാകാം, അതുപോലെ തന്നെ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടെ ഉണ്ടാക്കപ്പെട്ട് നമ്മുടെ വീടുകളാകാം, അതുപോലെ തന്നെ നഷ്ടമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന കച്ചവടങ്ങളാകാം. അങ്ങനെ ഈ പറയപ്പെട്ട വസ്തുക്കളെക്കാൾ, ഈ പറയപ്പെട്ട കാര്യങ്ങളെക്കാളൊക്കെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അതുപോലെ റബ്ബിന്റെ മാർഗത്തിലുള്ള ആ ഒരു പോരാട്ടത്തെക്കാളുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, കാത്തുകൊള്ളണേ. എന്താണ് കാത്തുകൊള്ളേണ്ടത്? സർവശക്തനായ റബ്ബിന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തുകൊള്ളണേ. ഏത് രൂപത്തിലേ വരുമെന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഒന്ന് ആലോചിച്ചോക്ക്, നമുക്കിഷ്ടം അതിനോടൊക്കെ തന്നെയല്ലേ? ആണോ അല്ലേ? നമ്മൾ ആലോചിച്ചു. ഹബീബായ റസൂലിനേക്കാൾ ഈ പറഞ്ഞ, അതുകൊണ്ട് തന്നെയാണല്ലോ ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. കുടുംബത്തെ ഇഷ്ടപ്പെടാത്തവരാരാൻ? മക്കളെ ഇഷ്ടപ്പെടാത്തവരാരാൻ? ബാപ്പയെ ഇഷ്ടപ്പെടാത്തവരാരാൻ? വീടിനെ ഇഷ്ടപ്പെടാത്തവരാരാൻ? കച്ചവടത്തെ ഇഷ്ടപ്പെടാത്തവരാരാൻ? എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാത്തിനും ഇഷ്ടം വേണം, അധ്വാനിക്കണം, ഒക്കെ വേണം. പക്ഷെ എല്ലാത്തിനും അതിനൊരു മാർഗം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പരിധി പഠിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹിന്റെ ഇഷ്ടത്തിനേക്കാൾ അപ്പുറാവാൻ പാടില്ല, റസൂലിന്റെ ഇഷ്ടത്തിനേക്കാൾ അപ്പുറാവാൻ പാടില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഇഷ്ടമാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക.
മാത്രമല്ല വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളായ ജനങ്ങളെ നിർമാർഗത്തിലാക്കുകയില്ല. ധിക്കാരികളായ ജനങ്ങൾ അല്ലാഹു നിർമാർഗത്തിലാക്കുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ ഹബീബായ റസൂലിനെ എങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന്? നിങ്ങൾ മഹാനായ തൽഹാ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മഹാനവറുകള് തൽഹാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയും, നബിയേ അങ്ങ് എത്തി നോക്കരുത്, അള്ളാഹിന്റെ റസൂലെ അങ്ങ് എത്തി നോക്കരുത്, അള്ളാഹിന്റെ റസൂലെ അങ്ങ് ശത്രുക്കളുടെ ഇടയിലേക്ക് നോക്കരുത്, അവരിൽ നിന്നുള്ള അമ്പ് അങ്ങയുടെ നെഞ്ചിലേക്ക് വരും. അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ നെഞ്ചിന്റെ മുന്നിൽ ഞാൻ എന്റെ നെഞ്ചുമായി നിൽക്കും റസൂലേ എന്ന് പറഞ്ഞുപോയി തൽഹാ റളിയല്ലാഹു അൻഹു. കണ്ടോ, സ്വന്തം ശരീരത്തിനേക്കാൾ തൽഹാ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെട്ടു. അതാണ് ഇഷ്ടം, അതാണ് അവർക്ക് കിട്ടിയ ഈമാന്റെ മാധുര്യം. അതാണ് ലാ യുമിനു അഹദുക്കും എന്ന് പറഞ്ഞില്ലേ. മറ്റെന്തിനേക്കാളും അവർ ആ ഹബീബിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പ്രിയമുള്ളവരെ അവർക്കൊക്കെ ആ ദർജ കിട്ടിയത്. കുറെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ആ നിലയിലേക്ക് വന്നാൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ സന്തോഷം കൊണ്ട് കരയുന്ന മറ്റൊരു സഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫവല്ല മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക അൽയൗം അൻ അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കർ യൗമഇദി യബ്കി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ, നബിയുടെ കൂടെ ഹിജ്റയ്ക്ക് അനുവാദം കിട്ടിയെന്നറിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കണ്ടു. സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ആ ഹബീബിന്റെ കൂടെ ഹിജ്റ പോകാനുള്ള അനുവാദം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോ ആ ഒരു അനുവാദത്തിന്റെ പേരിൽ സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണ്. അത്രമേൽ ഇഷ്ടമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ കുറേയേറെ ഇഷ്ടങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടാനും ആ ഹബീബായ റസൂലിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു സ്വഹാബി മദീന വിടാൻ, അള്ളാന്റെ റസൂലില്ലാത്ത ഒരു മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ സ്വഹാബി മദീന പള്ളിയിലെ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലില്ലാത്ത മദീന എനിക്ക് വേണ്ട. വർഷങ്ങളോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം കഴിഞ്ഞു. ആ മഹാനവർ ലോകത്തോട് വിട പറഞ്ഞു. രണ്ടാം ഖലീഫയായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്ന് അതിനുശേഷമാണ് മദീനയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? ഒരു ബാങ്ക് വിളിക്കാൻ പോലും ബിലാൽ റളിയല്ലാഹു അൻഹു പറ്റുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു വിരുന്നു പോവുകയാണ്. മുഹമ്മദ് എന്ന പദം പറയുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ ഇഷ്ടമായിരുന്നു. കാരണം അത്ര സ്ഥാനം കൊടുത്തു ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനായിരുന്നു. ആ കറുത്തവനായ ബിലാലിനെ എല്ലാവരെക്കാളും മുന്നിലേക്ക് കൊണ്ടുവന്നത് ഹബീബുനാ റസൂലുള്ളാഹി അല്ലേ? ഇസ്ലാമില് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല. മനുഷ്യനെന്ന പരിഗണന അത് ഇസ്ലാം കൊടുത്തതാണ്. എല്ലാവരെക്കാളും ഒരു സ്ഥാനം ബിലാൽ റളിയല്ലാഹു അൻഹു കിട്ടിയിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ റസൂലില്ലാത്ത നാട് ബിലാൽ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമായിരുന്നു. ആ സങ്കടം സഹിക്കവയ്യാതെ ഒരുപാട് ദൂരത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പോയിന്ന അത്രമേൽ സ്നേഹവും ഇഷ്ടവും മഹബ്ബത്തും ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ആ മഹബ്ബത്തിന്റെ പേരിൽ ഓരോ വർഷവും വരുന്ന റബീഉൽ അവ്വൽ 12-ന് ഒരു മീലാദ് ദിനം നടത്തിയിട്ടില്ല.
എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ വചനങ്ങൾ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. മഹാനായ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ടെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ആഖിറത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട്. ആ പ്രവാചകനെ പിൻപറ്റിയാൽ ആ മാതൃക നമുക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂൽ വമാ ആതാകുമുർ റസൂൽ, ആ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുകയും ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, മഹാനായ പ്രവാചകൻ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുകയും ഏതൊന്നിൽ നിന്ന് ഒഴിവാകാൻ പറഞ്ഞവോ അതിൽ നിന്ന് ഫൻതഹു, നിങ്ങൾ പൂർണ്ണമായി ഒഴിവാകുകയും ചെയ്യുക. അതാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറഞ്ഞ അങ്ങനെയാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താടി വെക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ ആതാകുമുർ റസൂൽ ഫഖുദു, എന്താണോ കൊണ്ടുവന്നത് അത് നമ്മൾ എടുക്കുക. അപ്പൊ റസൂൽ സുന്നത്തായിട്ട് എന്ത് പറഞ്ഞു? താടി വെക്കാൻ പറഞ്ഞു. താടി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ഉടുക്കുന്നതിന്റെ രീതി പറഞ്ഞു. അതങ്ങനെ തന്നെ എവിടെ പോവുകയാണെങ്കിലും ഇസ്ലാമിന്റെ വൃത്തിയും വെടുപ്പും എന്ന് പറയുന്നത് പുരുഷന്മാർ ഞെരിയാണിക്കും ഇത് വസ്ത്രമെടുത്ത് നല്ല വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചത് എത്ര ചെറുതാകട്ടെ അത് മുഴുവനും നമ്മൾ നിരോധിക്കണം, ഒഴിവാക്കണം. അല്ലേ? ഇതുകൊണ്ടാണ് ബീഡി വലിക്കുന്ന വിഷയത്തിൽ ചുരുക്കി പറയാലോ അത് ഹറാമാണെന്ന് വരെ പറയാൻ കാരണം ഇന്നും നമ്മളിൽ പല ആളുകളും പല കാരണങ്ങളും പറഞ്ഞ് അത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണോ? ഈ ഖുത്ബ കേൾക്കുന്നവരിൽ ആരെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? നിർത്തിക്കൊള്ളാം. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലഹരിയുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബീഡിയെ സംബന്ധിച്ചിടത്തോളം അതും മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ്. സിസർ പാക്കറ്റിന്റെ മുകളിൽ അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ക്യാൻസറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് വലിച്ചാൽ നിങ്ങളുടെ ശരീരം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് അത് മനസ്സിലാക്കി എന്നിട്ടും ആ അപകടത്തിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് ഇസ്ലാം പറയുമ്പോ അത് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകളെ നമ്മൾ സ്വീകരിക്കാതെ പോയാൽ വലിയ അപകടം ഉണ്ടാവും. അപ്പൊ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണോ? അത് ഒഴിവാക്കുക. ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. പല ആളുകളും ഇപ്പോഴും ആ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയുന്നെന്താ, ഭക്ഷണം കഴിച്ചാൽ ഒന്ന് സെറ്റാകാൻ വേണ്ടി, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. ചില ആളുകൾ വേറെ ചില കാരണങ്ങൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഇതൊന്നും ഒരു കാരണങ്ങളല്ല. അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ തിന്മയായി പഠിപ്പിച്ച എന്തൊന്നുണ്ടോ അത് തിന്മയായി കാണണം. നന്മയായി എന്തൊന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ അത് നന്മയായിട്ട് കാണണം. മനസ്സിലായില്ലേ? പുഞ്ചിരി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സലാം പറഞ്ഞ് പുഞ്ചിരിയോടുകൂടെ ഒരാളോട് സലാം പറഞ്ഞാൽ ധാരാളം പ്രതിഫലമുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ പ്രതിഫലം നമ്മൾ ഇല്ലാതാക്കുന്നത്?
സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ റസൂല് കൊണ്ടുവന്നതിനെ എടുക്കുകയും റസൂല് വേണ്ട എന്ന് പറഞ്ഞതിനെ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുക എന്നത് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച നോമ്പെടുക്കണം. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഞാനും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അത് എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ എടുക്കണം എന്നാണ്. എന്താ അതിന് കാരണം എന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഇല അൻ സൗമി യൗമിൽ ഇത്നൈനി, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖലാ ദാക യൗമുൻ വുലിത്തു ഫീഹി വ യൗമ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി. അന്നേ ദിവസമാണ്, ആ ദിവസത്തിലാണ് ജനിച്ചത്, തിങ്കളാഴ്ച ദിവസത്തിലാണ് ജനിച്ചത്. അതേ ദിവസത്തിൽ തന്നെയാണ് അതുപോലെ വേദഗ്രന്ഥത്തെ ഇറക്കപ്പെട്ടതും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം നോമ്പെടുക്കണം. കൃത്യമായ തെളിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കുക. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ആ രീതിയിലേക്ക് നമ്മുടെ ഇഷ്ടം വരട്ടെ, നമ്മുടെ സ്നേഹം വരട്ടെ, ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ വീട്ടിലും കൊണ്ടുവന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അവിടെ വെച്ചിട്ടേ പോയത്. എന്താ കാർഡ്? ചോറ്. കാർഡായിട്ട് പോയാൽ ചോറ് കിട്ടുന്ന. ചോറിനോടൊരു വിരോധമില്ല, ചോറിനോടോ ഭക്ഷണത്തിനോടോ ഒരു വിരോധമില്ല. അള്ളാഹു നമുക്ക് നൽകിയ അന്നാണ്. പക്ഷേ അള്ളാഹു പറയാത്ത, ദീനിനില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം, അറക്കപ്പെട്ട മാംസം ഒക്കെ അത് നമുക്ക് വിരോധിക്കപ്പെട്ടത്. അതങ്ങനെ തന്നെ പറയണം. അപ്പൊ അതുകൊണ്ട് ഈ ഹക്ക് നിങ്ങൾ മനസ്സിലാക്കിയവരാണെങ്കിൽ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ കാർഡ് നിങ്ങളങ്ങ് മാറ്റിവെക്കണം. ഇന്നലെ ഒരു പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് നബിദിന ചോറുമായി വന്നു. എന്താ പ്രശ്നം? ഈ നബിദിനത്തിനോടും അതിനോടും താല്പര്യമില്ലാത്ത, പ്രവർത്തിക്കാത്ത, അതൊരു ബിദ്അത്താണ് എന്ന് വിശ്വസിക്കുകയും അത് മാത്രമല്ല അത് പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം ചോറായിട്ട് വന്നത്. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ധൈര്യസമേതം പറഞ്ഞു, ഈ ചോറ് ഞങ്ങൾക്ക് വേണ്ട, തിരിച്ചുവിട്ടു. അതേ ചെറുപ്പക്കാരന്റെ വീട് പണിക്ക് വേണ്ടി അതിന്റെ പണി തുടങ്ങാൻ നേരത്ത് പറഞ്ഞു, ആ മൂല ശരിയാവില്ല, അവിടെ ആട് വാഴൂല, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, എന്നാ അവിടെ തന്നെ അടിക്കും. അത് നല്ലൊരു ഈമാന. അല്ലീമാനുമില്ല, അവിടെ തന്നെ അടിക്കുക. അതിൽ വരുന്ന ദോഷവും ഗുണവും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഗുണവും ദോഷവും തീരുമാനിക്കുന്ന അള്ളയാണ്. അതാണ് ഈമാൻ. ഇൻഷാ അല്ലാഹ് അപ്പൊ ആ ഒരു ഈമാൻ നമുക്കുണ്ടാകണം. ഉണ്ടെങ്കിലേ നേരത്തെ പറഞ്ഞൊരു മുഅ്മിൻ, ഈമാൻ എന്നതിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഇതാരെയും പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ അല്ല. നമ്മുടെ ആ വിശ്വാസം തനതായ രീതിയിൽ നിലനിർത്താനും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും മുന്നോട്ട് വരട്ടെ. അത് ആ രീതിയിൽ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഔസിക സാനിയ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ആലോചിച്ചത് ഈ ഹബീബായ റസൂലിന്റെ വല്ലാത്തൊരു പ്രത്യേകത. ഇന്ന് നമ്മളെല്ലാവരും പറയുന്നത്
ലൈക്കിന്റെയും ഷെയറിന്റെയും വ്യൂവേഴ്സിന്റെയും ഒക്കെ കണക്കാണ് പറയാറുള്ളത്. പക്ഷേ ലോകം ഇന്നുവരെ കാണാത്ത ഒരു നേതാവ്, ലോക മുസ്ലിങ്ങളുടെ മുന്നിൽ പ്രവാചകന്റെ ഒരു രൂപം, ഒരു ചിത്രമല്ല, മാസ് ഡയലോഗുകളില്ല. അല്ലാഹുവിന്റെ റസൂല് ശബ്ദത്തിലൂടെ പറഞ്ഞ മാസ് ഡയലോഗുകളില്ല, കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളില്ല. എന്നിട്ടും ആ ഹബീബായ റസൂലിനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ എത്രയെത്ര ആളുകൾ, കോടാനക്കോടി. അതിന്റെ വ്യൂവേഴ്സ് എടുക്കുകയാണെങ്കിൽ, ലൈക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ മിനിറ്റ് കണക്കെ വിളിച്ചു പറയുന്ന ഒരു പേര് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഓരോ നിസ്കാരത്തിലും നമ്മൾ പറയുന്ന പേര്, ഇബ്രാഹിം നബിയോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു പേര്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്നാണ്. നിങ്ങൾ ഇങ്ങനെ എടുത്താൽ ബാങ്കിന്റെ ശേഷം നമ്മൾ ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ആ നേതാവിന് വേണ്ടി അൽ വസീലയും വൽ ഫളീലയും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ആ നബിക്ക് വേണ്ടി. ഇതുപോലൊരു നേതാവ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിത്രവും ഒരു രൂപവും ഒരു കോലവുമില്ലാത്ത, എന്താണ് റസൂൽ എന്ന് പോലും അറിയാത്ത ആ ഒരു നേതാവിനെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പോരാ, ആ സ്നേഹത്തിൽ നമുക്ക് കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് കുറവ് നികത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ആ റസൂലാണ് നമ്മുടെ മഹ്ശറയിൽ നമുക്കുള്ളത്. അപ്രവാളികളിൽ അഭിനയിച്ച് തകർക്കുന്ന, നമ്മളൊക്കെ കണ്ടാൽ കോരിത്തരിക്കുന്ന രൂപത്തിൽ അഭിനയിച്ച് നമ്മളൊക്കെ അവരുടെ ഇഷ്ടക്കാരായി, ഫാൻസ് അസോസിയേഷനുകളായി മാറി. അങ്ങനെ അതിന്റെ പിന്നാലെ പോയ ആളുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പിന്നിലൊക്കെയുള്ള വളരെ മ്ലേച്ഛകരമായ വാർത്തകളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ പിന്നാലെ അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന ആരോഗ്യമല്ല, സമയമല്ല നമ്മുടേത് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്നുകൊണ്ട് മാറ്റിവെക്കുക. അതുകൊണ്ടൊന്നും നമുക്കൊരു ഗുണവും കിട്ടാനില്ല, ഒരു പ്രതിഫലവും കിട്ടാനില്ല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, ഈ പറഞ്ഞത് ശരിയാണോ? ഈ അമിതമായ ഇഷ്ടം അവർക്ക് കൊടുത്താൽ, ഈ അമിതമായ താല്പര്യം അവർക്ക് കൊടുത്താൽ എന്താണ് നമുക്കതുകൊണ്ട് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. പക്ഷേ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ അതിനുശേഷമുള്ള ഓരോരുത്തരെയും ദീൻ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടാൽ, സ്നേഹിച്ചാൽ, സഹായിച്ചാൽ നമുക്ക് കിട്ടുന്ന നന്മയെ, നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച്, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. ഹബീബിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഹബീബ് കാണിച്ചെന്ന മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക. അങ്ങനെ ചെല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്! ഒരു സ്വലാത്ത് ചെല്ലിയാൽ മലക്കുകളും അള്ളാഹുവും 10 സ്വലാത്ത് നമുക്ക് വേണ്ടി ചൊല്ലുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ അങ്ങനെയല്ല, 10 സ്വലാത്തിന്റെ പുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അത്രമേൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആ നേതാവിനെയാണ് മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ ഒരു നേതാവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ അംഗീകരിക്കുവാനും അതുപോലെ ആ രൂപത്തിൽ മുന്നോട്ട് പോവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2-3 ഖുതുബകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകും. അത് പറയാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യ, ഭർത്താവ്. ഭാര്യയ്ക്ക് ക്യാൻസറായിരുന്നു. ഇപ്പോൾ അവരുടെ ഇണക്കും ക്യാൻസറാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരുടെ അസുഖത്തിനും ഷിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യം തിരിച്ചു നൽകി സന്തോഷം നൽകുമാറാകട്ടെ. ഞാനങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ
എൻ്റെ ഉമ്മാക്ക് വീണ്ടും പ്രയാസം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. കയറുന്നതിന് മുമ്പ് വിളിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത്. കണ്ണ് തുറക്കുന്നില്ല, വായ തുറക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു എല്ലാവർക്കും എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവും അവൻ്റെ റസൂലും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കപ്പെടേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. എത്ര സ്നേഹം കൊടുത്താലും മതിയാവുകയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ നിലക്ക് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നോക്കാനും സംരക്ഷിക്കാനൊക്കെ നിങ്ങളും തയ്യാറാകണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ സഹാബിയോട് അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, മറ്റു കാര്യങ്ങൾ നിർവഹിക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുവാനും അവനിലേക്ക് മടങ്ങുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് അവനിഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ മാതൃക അംഗീകരിച്ച് സ്വീകരിച്ച് ആ സുന്നത്തിലൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.